ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പൊന്നൂൻ്റെ ലിച്ചൻ്റെയും ഡാൻസാണ് കേട്ടോ. അന്ന് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. 12 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ അതാ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഗായ്സ് അല്ലേ. ഫസ്റ്റ് ടൈമാണ് കളിക്കാൻ പോണത് അല്ലേ അമ്പലത്തിൽ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മളെ കാണിച്ചു കൊടുത്തേ. അയ്യോ എൻ്റെ തന്നെയല്ലോ. നമ്മൾ ലച്ചമ്മ കാണിച്ചു കൊടുക്കും. ഇതോ ലച്ചും റെഡിയായി നിൽക്കുന്നുണ്ട്. അച്ഛനും റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് കംപ്ലീറ്റ് അച്ഛൻ പൊതിച്ചോറ് കേട്ടാന്ന് കാണിച്ചു തരാം. എന്താ അമ്മ പരിപാടി? പൊതിച്ചോറ് ഇട്ടാണ്. ആരൊക്കെ ചേച്ചിട്ട് കിട്ടിയാലും വന്നിക്കുന്നു. ഓ അതിനാണല്ലേ പൈനാപ്പിളൊക്കെ നോക്കിയത്. പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരിയാ. എന്തൊക്കെ ഉണ്ട്? ചോറ്, അച്ചാറ്, ഉപ്പേരി, പിന്നെ ഇതെന്താ? പൈനാപ്പിൾ പുളിശ്ശേരി. ലച്ചുന് മോര് കറി ഇഷ്ടം. പിന്നെ ഒരു ഓംലേറ്റ്. വലിയൊരു ഓംലേറ്റ്. അത് ശരിക്കും മടക്കല്ലേ. വെരി ബാഡ്. ചമ്മന്തി ഉണ്ട്. സുട്ടവിടെ കുളിച്ചിട്ട് എത്തിച്ചോക്കണ്. സുട്ടണ്ട. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ പൊതിച്ചോറിലുള്ളത്. ഓംപ്ലേറ്റ് ഉണ്ട്, ചമ്മന്തി, പിന്നെ അച്ചാറ്, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, കാബേജ് ഉപ്പേരി. അല്ല, അങ്ങനെയല്ല, ആദ്യം ഇങ്ങനെ മടക്കണം. ആ പേപ്പറൊക്കെ നനഞ്ഞല്ലോ. ഒന്നുകൂടെ എടുത്തിട്ട് വാ. ചോന്നൂടെ എടുത്തിട്ട് വന്നേ. കുമ്മന്നെ ഗൂഗിൾ എനിക്കൊരു മരിയോ. അതോ ഞാൻ വേണ്ടില്ല. ഫുഡിന് സെപ്പറേറ്റ് ബാഗ് ഉണ്ടോ? ലവ് യു. നല്ല സാധനം. മാമടി എടുക്ക്, മാമടി അച്ഛൻ്റെ അച്ഛമ്മയുടെ എല്ലാവരുടെയും എടുക്കുക. മാസ്റ്റർ ആനന്ദ് മഹാദേവൻ്റെ കീഴിലാണ് മക്കൾ ഡാൻസ് പഠിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ മാഷിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തത്. അതിന് മുന്നേ ഒരു കൊല്ലം നമ്മൾ ചങ്ങരകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ മാസ്റ്റർ നമ്പർ ലക്ഷ്യയുടെ ടീച്ചർ തന്നിട്ട് നമ്മൾ മാഷിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യണത്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു ക്ലാസിക്കൽ കളിക്കുന്ന ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ ഇവർ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ
ഇന്നത്തെ ഡാൻസ് കുന്നംകുളം കക്കാട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 11 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടാ. 10 മണിയാകുമ്പോൾ തന്നെ മേക്കപ്പ് മാമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയണത് അവർ 10 മണിയാകുമ്പോഴേ വന്നു, വേറെ ആരും വന്നിട്ടില്ല, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. പിന്നെ 5 പേരുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ. ഓരോരുത്തർ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ തിരക്കും ബഹളമൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഫേസ് മേക്കപ്പ് ചെയ്ത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മേക്കപ്പായിരുന്നു, ഫുൾ HD മേക്കപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇവർ 2 പേരും മേക്കപ്പൊക്കെ തുടങ്ങി ഇവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയിട്ടോ. എനിക്ക് എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയതും മേക്കപ്പ് ചെയ്ത് തന്നിരുന്നതൊക്കെ അങ്ങോട്ട് റിവൈൻഡ് ചെയ്ത് മനസ്സിലേക്ക് വന്നു. ഒരുപാട് ഇമോഷണലായൊരു ദിവസമായിരുന്നു ആ ഒരു ഡേ. പിന്നെ ഇത് ടുട്ടുവാണ് കേട്ടോ, ഏട്ടൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അപ്പോൾ ടുട്ടും ഏട്ടനും ഞാനും ജാനിക്കുട്ടിയും പൊന്നിലിച്ചുമാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളിവിടെ റൂം എടുത്തു കേട്ടോ, കാരണം ഇനി 7 മണി വരെ ഇരിക്കണ്ടേ. ഇപ്പം സമയം എത്ര മണിയാണെന്നറിയോ? 12:30 ആയിട്ടുള്ളൂ. കുട്ടീസ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. AC ഒക്കെ ഉണ്ട് ഗായ്സ്, അങ്ങനെ സുഖമായിട്ടിരിക്കുക അല്ലേ. ഇവരെ മേക്കപ്പൊക്കെ ഇട്ട് കണ്ടില്ലേ വെച്ചു. ഞാൻ അടുത്തത് ടുട്ടൂനെ മേക്കപ്പ് ചെയ്യണ്ടേ? അങ്ങനെ വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ സൗകര്യങ്ങളുണ്ട്, കുഴപ്പമില്ല. ഈ റൂം എടുക്കുന്ന അറിയണ്ടായിരുന്നെങ്കിൽ ഞാൻ ചുരിദാർ ഇട്ടിട്ട് വന്നേനെ. എന്നിട്ട് ആ നേരം സാരി എടുത്തേനെ. അപ്പോൾ ഗൈസ് ദാ ലച്ചു റെഡി ആവാണ് കണ്ടോ. കോമഡി പറഞ്ഞോണ്ടിരിക്കും. സുന്ദരിയുണ്ട്, സുന്ദരി. എൻ്റെ ദൈവങ്ങളെ ഇത് എവിടെ പിടിക്കുത്തും. ഇത് നമ്മൾ സുൽത്താൻ ബോറടിച്ചിരിക്കല്ലേ? ബോറടിക്കുന്നില്ല, നമ്മുടെ ഉണ്ണിയുടെ കുടുംബം കഴിച്ചിരിക്കുക. ആനന്ദ മാഷിൻ്റെ വേറെ ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ടീം ഉണ്ടായിരുന്നു കളിക്കാൻ. ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ് പൊന്നുൻ്റെയും ലച്ചുവിൻ്റെയും ടീം കേട്ടോ. നമ്മുടെ കോക്കൂരുള്ള പിള്ളേർ തന്നെയാണ് എല്ലാവരും, അവിടെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ്. അപ്പോൾ ഫുൾ ടീം ആ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗണപതിയുടെ അമ്പലമായ കാരണം അവർ കളിച്ച പാട്ട് പമ്പ ഗണപതി എന്ന് പറഞ്ഞ പാട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് അടിക്കും യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ട്യൂണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിള്ളേർ നന്നായിട്ട് കളിച്ചു, നല്ല അഭിപ്രായം തന്നെയായിരുന്നു എല്ലാവരുടെയും. എന്തായാലും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഫുള്ള് ഡാൻസിൻ്റെ വീഡിയോ ഇതിൻ്റെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ, സീ യു.